ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ലൈഫിലോട്ട് പെട്ടെന്ന് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ. നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഓക്കെ. നിങ്ങളുടെ ജീവിതത്തിലോട്ട് പെട്ടെന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതായത് നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് പല രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകാം, പലതരത്തിലുള്ള ഒരു ക്ലാരിറ്റി കിട്ടാത്ത പല കാര്യങ്ങളും ഉണ്ടാകാം. അതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മനസ്സിൻ്റെ അകത്ത് അതൊക്കെ ഉണ്ട്. നൈസായിട്ട് അതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചില ആളുകൾ ആരും അറിയാതെ മനസ്സിൻ്റെ അകത്ത് മൂടി വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. ചില ആളുകൾക്ക് മറ്റുള്ളവർക്ക് അറിയാം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ള രീതിയിലും കൊണ്ടുപോകുന്നവരും ഉണ്ട്. പക്ഷേ ഇത് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ, ഇപ്പോൾ ഫാമിലി വൈസോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെതായിട്ടുള്ള രീതിയിലോ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി പോസിറ്റീവ് എനർജി കിട്ടുന്ന ഏതെങ്കിലും ഒരു ഫങ്ഷൻ, ഫാമിലി ഫങ്ഷൻ ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെതായിട്ടുള്ള ഫങ്ഷൻ ആകാം, എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു സന്തോഷം കിട്ടുന്ന ഒരു മംഗളകരമായിട്ടുള്ള ഒരു ഫങ്ഷൻ, ആ ഫങ്ഷനിലോട്ട് പോവാനോ അല്ലെങ്കിൽ ആ ഫങ്ഷനിൽ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ കാണാൻ, കുറേ കാലം കൂടി കാണാനോ, അല്ലെങ്കിൽ ഒരു ഒത്തുചേരൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി ക്യാഷ് മുടക്കാൻ, അതായത് സുന്ദരികളാകാൻ, കോമള വല്യാകാൻ, അല്ലെങ്കിൽ കോമളന്മാരാകാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നിങ്ങൾ ആ ഒരു ഡ്രസ്സ്, ഒരു പർട്ടിക്കുലർ ഡ്രസ്സ് ഇട്ട ഒരു എന്താ പറയാ, മറ്റുള്ളവരൊരു പെട്ടെന്ന് ഇങ്ങനെ നോക്കൂലേ, കൊള്ളാലോ, അങ്ങനെയൊക്കെയുള്ള ഒരു ആകർഷണം, ഒരു അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ അണിഞ്ഞൊരുങ്ങുക. അതിപ്പോ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ആരാണെങ്കിലും ആ ഒരു രീതിയിൽ അണിഞ്ഞൊരുങ്ങി പെട്ടെന്ന് നിങ്ങളെല്ലാവരും, അതിപ്പോ നിങ്ങളുടെ പ്രായം എന്താണെന്നുണ്ടെങ്കിലും, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് നിങ്ങൾക്കൊരു അട്രാക്ഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾക്ക് അനാവശ്യമായിട്ട് പണം ചെലവഴിക്കുന്നു. അതായത് നിങ്ങളുടെ ഈ ഡ്രസ്സ് എടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലക്ഷറി ആയിട്ടുള്ള ഡ്രസ്സ്, ഡ്രസ്സ് നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല, പക്ഷേ ഇത്തിരി ലക്ഷറി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയൊക്കെ കുറച്ച് ഇത്തിരി ഒരു ക്യാഷിന്റെ ഇത്തിരി ലോസ് കാണിക്കുന്നുണ്ട്. അതായത് സ്വന്തമായിട്ട് ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾ ഉള്ളതാണെന്നുണ്ടെങ്കിലും വെറുതെ വാങ്ങിക്കൂട്ടുക, അങ്ങനെയുള്ള പരിപാടികൾ, മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെ, നിങ്ങളിപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷന് പോയിക്കോട്ടെ, നിങ്ങളിപ്പോൾ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നോട്ടെ, ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ, ഞാൻ സ്നേഹിക്കാൻ തയ്യാറാണ്, എൻ്റെ മനസ്സിൻ്റെ അകത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ, എനിക്കാരെയും ചതിക്കാൻ അറിയില്ല, എനിക്കാരെയും വഞ്ചിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെയധികം സ്നേഹം നിറച്ച് കാത്തിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകളെ അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് അറിയാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ വൈസ് അറിയാം. എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് ഒരുപാട് പേരെ സ്നേഹിക്കാനും, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കൂടെ എനിക്കൊരു കെയറിങ് തന്നു നിന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ എല്ലാ രീതിയിലും ഞാൻ സ്നേഹിക്കും എന്നുള്ള രീതിയിൽ നിങ്ങളൊരു സ്നേഹത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു എനർജി.
അറ്റ് എ ടൈം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, രാത്രി ഉറങ്ങുന്നു, പഴയ ആളുകളെ പറ്റി ചിന്തിക്കുന്നു, മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു. കുറച്ചു പേർക്ക് നടക്കുന്നു, കുറച്ചു പേർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാതെ അതിൻ്റെ അകത്ത് തന്നെ കുടുങ്ങിക്കിടന്ന് പാസ്റ്റ് മെമ്മറീസിലോട്ട് ഒരു എത്തിനോട്ടവും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഓൺ ആൻഡ് ഓഫ് പോലെ വന്ന് ചില ആളുകൾ വന്ന് വഴക്കിട്ടിട്ട് പോകും. ചില ആളുകൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ്. ചില ആളുകൾ എന്താണ് ഓൺ ആൻഡ് ഓഫ് പോലെ ബ്ലോക്ക് മാറ്റും, വരും, പിന്നെ അതേ സ്പോട്ടിൽ പോവും, പിന്നെയും വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിനറിയാം നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കുറേ അധികം സ്ട്രെങ്ത് കൈവരിച്ചിട്ടുണ്ട്, കുറേ അധികം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കുറേ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരുമ്പോൾ നിങ്ങളല്ലാണ്ടുള്ള രീതിയിൽ യെസ് അത് തന്നെ, നിങ്ങളല്ലാണ്ടുള്ള രീതിയിൽ പെരുമാറിക്കളയും. മനസ്സിലായോ? ഒന്നും നേടാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഒന്നും എനിക്ക് എൻ്റെ ലൈഫിൽ പ്രൊഫഷൻ വൈസ് നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് തരം നേടിയാലും നമുക്ക് മനസ്സമാധാനമാണല്ലോ ഏറ്റവും വലുത്. ആ മനസ്സമാധാനം എനിക്ക് എന്താ കിട്ടാത്തെന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, അതൊക്കെ മാറും. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ചിന്തകൾ വരുത്തുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഓക്കേ. ലാസ്റ്റ് കാർഡ് ഇട്ട് കഴിഞ്ഞപ്പോ മച്ചൻ പീസിന്റെ മുഖത്തൊക്കെ കുറച്ചൊരു തെളിച്ചോ മറ്റേ ഈ എന്താ പറയണം, കല്യാണ വീട്ടിലൊക്കെ ബൾബൊക്കെ ഇടൂലേ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട്. ഫേസ് എക്സ്പ്രഷൻ, അതായത് ഇവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ഇടുക്കിയിൽ കാണാൻ പറ്റും, അത്രയും പ്രകാശം. ഓക്കെ, അതായത് നിങ്ങൾ പല ആളുകളും എന്താ പറയാ സോഷ്യൽ മീഡിയ തിരയുന്നുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ആളുകളോട് അന്വേഷിക്കുന്നുണ്ടാകാം. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ലോസ് ആയി പോയിട്ടുണ്ട്. ഫിനാൻഷ്യലി ആകാം, മെന്റലി ആകാം, അല്ലെങ്കിൽ ഫിസിക്കലി എനർജി ആവാം, അല്ലെന്നുണ്ടെങ്കിൽ മനസ്സമാധാനം ആകാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ലോസായി. ചില ആളുകൾ ടോട്ടലി ബ്രേക്കപ്പ് ആയി. അവരെ പറ്റി ഒരു അഡ്രസ്സും ഇല്ല, അവരെന്താണ്, എങ്ങനെയാണ്, എന്ത് പോയി, എവിടെ പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ചിന്തകളുണ്ട്. ആ ഒരു മിസ്സിങ് എനർജിയും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു വഴികാട്ടി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാർഗദർശനം, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പോസിറ്റീവായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അത് ചിലപ്പോൾ വേറെ ആളുകളുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നതാകാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ സംസാരം കേൾക്കുന്നതായിരിക്കാം. പക്ഷെ നിങ്ങളുടെ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഒരു വഴികാട്ടീനെ വിടുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിന്, നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഒരു വ്യക്തിയെ നിങ്ങളുടെ അടുത്തോട്ട് അയക്കുന്നു എന്നുള്ള ഒരു കാര്യവും കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു അധ്യായം അവസാനിച്ചു. അത് അവസാനിക്കേണ്ട ഒരു അധ്യായമായിരുന്നു. പക്ഷെ അതൊരു എന്താ പറയാ ഒരു റീബർത്തായിട്ട് കുറെ ആളുകൾക്ക് റീബർത്തായിട്ട് വീണ്ടും അത് ഓപ്പൺ ചെയ്തു വരുന്നുണ്ട്. റീസ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഓപ്പൺ ചെയ്തു വരുന്നുണ്ട്. നിങ്ങൾക്കറിയാതെ എന്താണെന്ന്, നിങ്ങൾക്കത് എന്ത് തന്നതാണ്. കുറച്ചു പേർക്കത് ഫിനാൻഷ്യൽ ലോസ് തന്ന കാര്യമാണ്, കുറച്ചു പേർക്കത് മെന്റലി നിങ്ങളെ ബുദ്ധിമുട്ടിച്ച കാര്യമാണ്, കുറച്ചു പേർക്കത് ഒരു മനസമാധാനം തരാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഒരു മെന്റൽ സപ്പോർട്ട്, ഒരു കെയറിങ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അത് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരുന്നുണ്ട്. പഴയ ഒരു എനർജിയും വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പുതിയ ഒരു പാസ്റ്റ് ലൈഫ്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. മനസ്സിലായോ?
എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ട്രെങ്ത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് വിഷമങ്ങളും ഉണ്ട്, ഒരുപാട് ലെസൺസ് ജീവിതത്തിൽ പഠിച്ചതുകൊണ്ട് ഒരുപാട് സ്ട്രെങ്ത് നിങ്ങൾക്ക് നല്ലൊരു പവർ വരുന്നുണ്ട്. വാക്കുകളിലും പ്രവർത്തികളിലും ഒരുപാട് പവർ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എന്താ പറയാ, ഒരുപാട് സ്നേഹത്തിന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അറ്റ് എ ടൈം പല കാര്യങ്ങളും നിങ്ങൾക്കൊരു എല്ലാം ഉണ്ടെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള പോലെയാണ്. അതായത് ഇപ്പൊ എന്താ പറയാ, ഓക്കെ, നമുക്കൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ട്. ഇപ്പൊ ഐസ്ക്രീമിന് മധുരം ഇല്ലാതെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീം എന്തിനു കൊള്ളാം? അതുപോലെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡില് അതിൻ്റെ അകത്ത് ആ ഫുഡിന് ഇപ്പൊ ഒരു ഓക്കെ, ഇപ്പൊ സാമ്പാറിൽ ഉപ്പിട്ടില്ലെങ്കിൽ എന്തിനു കൊള്ളാം? നമുക്ക് ആ ഒരു കാര്യം, അതായത് ബാക്കി എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ആ ഉപ്പെന്ന് പറയുന്നത് ഈ സാമ്പാറിൽ അടങ്ങിയിരിക്കുന്ന വെജിറ്റബിൾസിനേക്കാൾ ഏറ്റവും വില കുറവാണ് ഉപ്പ്. പക്ഷെ ആ ഉപ്പ് വേണം അവിടെ. അങ്ങനത്തെ ഒരു ഇല്ലായ്മ നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നികത്തുക എന്ന് പറയില്ലേ, ആ ഒരു കാര്യം നികത്തുക. അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി, അതെന്തായിരുന്നു, അല്ലെങ്കിൽ അതിനി തിരിച്ചു വന്നാൽ എന്താണ്, അങ്ങനെയുള്ള പരിപാടികൾ. നിങ്ങൾക്ക് പല കാര്യങ്ങളും ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന കാര്യത്തിനെ പറ്റി നിങ്ങൾക്കൊരു വ്യക്തത എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നുണ്ട്. എന്തായിരുന്നു കാര്യങ്ങൾ, എന്തായിരുന്നു പ്രശ്നങ്ങൾ, എന്തായിരുന്നു അവർ, എന്താണ് നിങ്ങൾ ചെയ്തത്, എല്ലാത്തിനും കൂടിയുള്ള ഒരു ക്ലാരിറ്റി 100% ആയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്കായിട്ടാണ്, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിങ്ങൾ തന്നെ അട്രാക്ട് ചെയ്തെടുക്കുന്നു. അപ്പൊ ഈ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ട് ഇരിക്കുക. കാരണം നിങ്ങൾ നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണോ, ഓവർ തിങ്കിങ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് നെഗറ്റീവ് മാത്രമേ വരുള്ളൂ. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് വരും. എന്നാലും കുറെ സംശയം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സംശയങ്ങളൊക്കെ മാറ്റുക. ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കുറച്ച് ആളുകൾ. ട്രാവൽ ചെയ്ത് പോകാനൊക്കെ ആയിട്ട് പല ആളുകളെയും കാണാനും മീറ്റ് ചെയ്യാനും പല കാര്യങ്ങൾക്ക് വേണ്ടി റെഡിയായിട്ട് സുന്ദര കുട്ടപ്പന്മാരായിട്ടും സുന്ദര കുട്ടപ്പികളൊക്കെ ആയിട്ട് നൈസായിട്ട് ഇരിക്കുന്നുണ്ട്. അതെല്ലാം എല്ലാവർക്കും നിങ്ങളുടെ അടുത്തോട്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ വരുന്നത്. പക്ഷേ പോകുന്ന ആ ഒരു രീതിയിൽ നമ്മൾ പല ആളുകളോടും പല രീതിയിൽ എല്ലാവരെയും ഓപ്പൺ ആയിട്ട് വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. എല്ലാവരെയും അങ്ങോട്ട്, അതായത് ഇപ്പൊ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് പണി തരുന്ന ഒരു കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓഫീസിലുള്ള ആളുകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി, അതായത് റിലേറ്റീവ്സ് അങ്ങനെ വല്ലവരും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും വ്യക്തികൾ. അതായത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം ഒരാളെ വിശ്വസിച്ച് പറഞ്ഞു, അപ്പൊ നിങ്ങൾ വിശ്വസിച്ച് പറയുമ്പോൾ സത്യം ഇട്ട് ആരോടും പറയരുത് കേട്ടാ, ഏയ് ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞ് ഈ സത്യം ഇട്ട് ലോകം മുഴുവൻ പറഞ്ഞു. മനസ്സിലായ? അത് നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് കറക്റ്റായിട്ട് അവരുടെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് മാത്രം അവരോട് പറയുക. അല്ലാതെ വിശ്വാസം ഇല്ലാത്തവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വാർത്താ ചാനൽ ഓണാക്കി വെച്ച് നോക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. കാരണം ഇവരങ്ങനെയാണ്. നമ്മളെല്ലാം ഓപ്പണായിട്ട് എല്ലാം വിശ്വസിച്ച്, കാരണം ഇത് കൂടെ നിൽക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്, അവർ നൈസായിട്ട് അപ്പുറത്ത് പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് മാത്രം അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക. നമുക്കൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. അല്ലാതെ ഇപ്പോൾ ഫിനാൻസിന്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും മാക്സിമം ആർക്കും കടം കൊടുക്കാതിരിക്കുക. കടം കൊടുത്തു കഴിയുമ്പോൾ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിവൈൻ മെസ്സേജസ് എന്താണെന്ന് നോക്കാം. വാക്കുകളൊക്കെ ഒന്ന് പറയുമ്പോൾ ഒന്ന് ഈ ദേഷ്യത്തിന്റെ പുറത്ത് വാക്കുകളൊക്കെ ഒന്ന് പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിത് പറഞ്ഞോ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കുറച്ച് സോറി പറഞ്ഞേക്കാം, കുറച്ച് ക്ഷമ പറഞ്ഞേക്കാം, അയ്യോ ഞാൻ അങ്ങനെയായിരുന്നു. കാരണം നിങ്ങളുടെ വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ തീർന്നു, നിങ്ങളുടെ ഉള്ളിലുള്ള ആ വിഷമവും വേദനയും തീർന്നു. പക്ഷെ കേൾക്കുന്ന ആൾക്ക് അങ്ങനെയല്ലല്ലോ അച്ഛൻ്റെ, അല്ലേ? കേൾക്കുന്ന ആളുകൾക്ക് അങ്ങനെയല്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് നല്ല ദേഷ്യമുണ്ട്,
ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമമുണ്ട്. അപ്പോൾ ആ വാക്കുകളൊക്കെ ഒന്ന് പറയുമ്പോൾ ദേഷ്യം ഒന്ന് ഇത്തിരി കുറക്കുക. വാക്കുകൾ പറയുമ്പോൾ ഒന്നൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ കൂടിയാണ് പോകുന്നത്. ഒരു ജീവിതത്തിൽ പല കാര്യങ്ങളും മാറി പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് അട്രാക്ട് ചെയ്ത് വരുന്നത്. സമ്പത്തിൻ്റെ കാര്യം വരുന്നുണ്ട്, ട്രാവലിങ്ങിൻ്റെ കാര്യം വരുന്നുണ്ട്, മറ്റുള്ളവരുടെ അടുത്തൊക്കെ കൂടി ഒത്തൊരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും പങ്കെടുക്കുക, ആ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഡിവൈൻ മെസ്സേജസ്, ഷെയർ യുവർ ഗിഫ്റ്റ്. ഞാൻ ചിരിച്ച എന്തിനാണെന്ന് നോക്ക്. വാച്ച് യുവർ വേർഡ്സ്, റെസ്റ്റ്. ഓക്കെ. അതായത് ഷെയർ യുവർ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇത്തിരി അധികമായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് കൊടുത്ത് സഹായിക്കുക. ഡിവൈൻ മെസ്സേജസ്, നിങ്ങളിപ്പോൾ എന്താ പറയുക, സ്പിരിച്വൽ ജേണിയിലുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാകാം, ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക ഭക്തിപരമായിട്ടുള്ള പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അമ്പലത്തിലോ പള്ളിയിലോ കുറേ നാൾ കൂടി പോകുന്നുണ്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നാൾ പോകാതെ പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷമായിട്ടുള്ള ഒരു പള്ളിയിലോ അമ്പലത്തിലോ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. റെസ്റ്റ്, എനിക്കിതിൽ തോന്നുന്നത് മനസ്സിന് റെസ്റ്റ് കൊടുക്കുക കേട്ടോ. ശരീരത്തിനേക്കാളും കൂടുതൽ മനസ്സിന് റെസ്റ്റ് കൊടുക്കുക. ഉറങ്ങാത്തവര് ഉറങ്ങുക. അതായത് നമുക്ക് ഉറങ്ങാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിന്തകൾക്കൊക്കെ ഒന്ന് ഇത്തിരി ഒരു റെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഉറങ്ങാനുള്ള സമയത്ത് ഉറങ്ങുക. അല്ലാതെ രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെ ചിന്തിച്ചിരുന്നിട്ട് രാവിലെ 6 മണിക്ക് ഉറങ്ങാൻ കിടന്നിട്ട് കാര്യമില്ല. ഓക്കെ. അപ്പോൾ അതിനൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കുക ചിന്തകൾക്ക്. കാരണം എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനസ്സിനാണ് റെസ്റ്റ് ഇല്ലാത്തതെന്നാണ്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.